നല്ലൊരു പാട്ടാണല്ലോ. Let's give him a round of applause. നമുക്കൊരു പ്രസംഗം കേട്ടാലോ? ഇതാ വരുന്നു അക്ഷിത. നമസ്കാരം. ഈ കലോത്സവത്തിൽ പങ്കെടുക്കുവാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുവാനും എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി. കലോത്സവം അഥവാ കലകളുടെ ഉത്സവം, ഫെസ്റ്റിവൽ ഓഫ് ആർട്സ്, നമ്മുടെ ഉള്ളിലെ കലകളും കഴിവുകളും പുറത്തെടുക്കുവാനും മെച്ചപ്പെടുത്തുവാനും ഉള്ള ഒരു അരങ്ങ്. നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരു കലാകാരനോ കലാകാരിയോ ഉണ്ട്. അതിപ്പോൾ ഡാൻസ് ആവാം, പാട്ടാവാം, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആവാം, എഴുത്താവാം, പടം വരെയാവാം, എന്തിന് മാർഷൽ ആർട്സ് വരെ ആവാം. ഓരോ കലാരൂപവും അത് അവതരിപ്പിക്കുന്നവരെയും ആസ്വദിക്കുന്നവരെയും ഒരുപോലെ സന്തോഷിപ്പിക്കുകയും മനസ്സിനെ റിലാക്സ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലെ കലാവാസനകൾ വളർത്തിയെടുക്കുന്നത് നാളത്തേക്ക് കൂടിയാണ്. ഇതുപോലുള്ള കലോത്സവങ്ങളും ഒത്തുചേരലുകളും അതിനുള്ള വേദികൾ ഉണ്ടാക്കി തരണം. സ്കൂൾ, കോളേജ്, ജോലി, ടെൻഷനുകൾക്കിടയിൽ നമ്മുടെ മനസ്സിനെ റിലാക്സ് ചെയ്യാനും കൂടി കലോത്സവങ്ങൾ സഹായിക്കും. ഇവിടെ കിട്ടുന്ന ഓരോ കൈയടിയും പ്രോത്സാഹനവും നമ്മുടെ ഉള്ളിലെ ആത്മവിശ്വാസത്തിന് മേൽക്കൂട്ടാവാം. നമുക്കറിയില്ലല്ലോ, ഇന്നിവിടെ പരിപാടി അവതരിപ്പിക്കുന്ന കൂട്ടുകാർക്കിടയിൽ നാളത്തെ ഒരു ഡവിൻഷിയോ, ഷേക്സ്പിയറോ, മമ്മൂട്ടിയോ, മോഹൻലാലോ, ടൈലർ സ്വിഫ്റ്റോ ഒക്കെ ഉണ്ടാവാം. ഇതുപോലുള്ള കലോത്സവങ്ങൾ വഴി ഒരു ടെൻഷൻ ഫ്രീ ആയ, ഹൈലി കോൺഫിഡൻ്റ് ആയ തലമുറയെ നമുക്ക് വാർത്തെടുക്കാം. ഇന്നിവിടെ പരിപാടി അവതരിപ്പിക്കുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അതിനൊപ്പം ഈ വേദി ഒരുക്കി തന്ന മലയാളം ക്ലാസ് ടീച്ചേഴ്സിനും HMSനും നന്ദി. നമസ്കാരം.